അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ മുറ്റത്താണ്. വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്ന ഒരു നിയോജക മണ്ഡലമാണ് ബേപ്പൂർ എന്ന രീതിയിലുള്ള നരേഷൻ കുറേ കാലമായിട്ട് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വികസനം എന്താണ് ഇവിടെ നടന്നത്, ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് UDFൻ്റെ നിയോജക മണ്ഡലം നേതൃത്വം ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാത്ത കാര്യമല്ല, അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലക്ക് ഇവിടെ ഇപ്പോൾ ഒരു വലിയ വികസന ജാഥ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു പോയത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ വികസനത്തിൻ്റെ സത്യാവസ്ഥ അറിയണം. ആ സത്യാന്വേഷണ ജാഥയായിട്ട് ഓരോ വിഷയങ്ങളും നിയോജക മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്ത് പരിശോധിച്ച് ജനങ്ങളിൽ എത്തിക്കുക. ജനങ്ങളിൽ എത്തിക്കുന്നത് ഈ പത്രമാധ്യമങ്ങൾ വഴിയാണ്. നിങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ വികസനം നടന്നു, അതാണ് റിയാസിനുള്ള ഒരു അപ്പർ ഹാൻഡ് എന്ന നിലക്ക് കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കാതെ പറയുന്നുണ്ട്. ഒരു വികസനം നടക്കുമ്പോൾ നമ്മളെ നാട് നമുക്കറിയാം, സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഉള്ളൊരു നാടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിക്കുന്നത്, ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നാട്ടിൽ പട്ടിണിയൊന്നുമില്ല, ആശുപത്രിയും ചികിത്സയും തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളൊരു നാട് കൂടിയായി കേരളം മാറിന് അത്രയും രോഗികളുണ്ട്. അവിടെയാണ് ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിയുടെ 2ാം ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രിയിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളത് എന്ന് കൃത്യമായി നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന താലൂക്ക് ആശുപത്രിയായിരിക്കും. ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് 12 24 രോഗികളെ കിടത്താനുള്ള ആകെ പരിമിതമായ സൗകര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് പ്രസവമാണ്. ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വരെ ഈ വികസനം നടത്തിയ മന്ത്രിക്ക് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഈ മണ്ഡലത്തിൽ ഏകദേശം 3.5-4 ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ പകുതി മുക്കാലും സ്ത്രീജനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലും അയൽ വീടുകളിലും എന്താ പറയുക, പ്രസവിക്കാൻ കാത്തു നിൽക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവർക്ക് ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഉള്ള പണ്ടം പണയം വെച്ച്, വീട് പണയം വെച്ച്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പോയിട്ട് പ്രസവം നടത്തേണ്ട ഗതികേടുള്ള നാടിൻ്റെ പേര് ഈ പറയുന്ന വികസനം നടന്ന ബേപ്പൂർ മണ്ഡലം. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ ചോദിക്കണം, ഡോക്ടർ ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എക്സ്റേ മെഷീന് ഈ കാലം വരെ ഇല്ലാത്തൊരു ആശുപത്രി. എക്സ്റേ മെഷീന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡോക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. അയാൾ ഇവിടെ വരും, ആളുകളെ പരിശോധിക്കും, എക്സ്റേ എടുക്കാൻ കൊടുക്കും. എക്സ്റേ എടുത്ത് എവിടെയോ പോയി മടങ്ങി വരുമ്പോഴേക്ക് ഡോക്ടർ പോയിട്ടുണ്ടാവും. പിന്നെ ഈ ഒടിഞ്ഞ കൈയുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഇവിടെ പുതിയ എക്സ്റേ മെഷീൻ, പുതിയ ഫണ്ട് വാങ്ങി വെച്ചിട്ട് ഇവിടെ 6 മാസമായിട്ട് എക്സ്റേ മെഷീൻ കിടക്കുകയാണ്. അതൊന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സ്റ്റാഫിനെ കൊടുക്കാൻ ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഗൈനക്കോളജിക്കായിട്ട് ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുത്ത സൗകര്യപ്രദമായ കെട്ടിടം ഇവിടെ കിടക്കുകയാണ്. ആ കെട്ടിടം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അപ്പം ഒരു സ്ത്രീക്ക് പോലും പ്രസവിക്കാൻ ഒരു സൗകര്യവും ഇന്ന് വരെ ഇവിടെ നടത്തിയിട്ടില്ല. കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പോലുമില്ല. കാർഡിയോളജി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ആളുകൾ എന്താ പറയുക, കാർഡിയോളജിക്കൽ അറ്റാക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ബേപ്പൂരിലെ ഫറൂഖിലെ ഒരാൾക്ക് കാർഡിയാക്ക് അറ്റാക്ക് വന്നാൽ മരിച്ച് വീഴുക എന്നതല്ലാതെ യാതൊരു മാർഗവുമില്ല. ഒരിടപെടലും നടത്തി. ഇതേപോലെ ഒരു ആശുപത്രി നിലമ്പൂരുണ്ട്. 10 കൊല്ലം ഞാനുണ്ടായിരുന്നു, 9 വർഷം. നിങ്ങൾ പോയി പരിശോധിക്കണം. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് പേഷ്യൻസ് ഉള്ളത്. ഇവിടെ 5 മെഷീനാണുള്ളത്. 2 മെഷീൻ കേടുവന്ന് കിടക്കുകയാണ്. വർക്ക് ചെയ്യുന്ന 2 മെഷീൻ തന്നെ ഇവിടെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ കൊടുത്താണ്, അല്ലേ? ഇതാ ഇവിടെ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ വനീഫ് വക്കീൽ ചെയർമാനുണ്ട്, വൈസ് ചെയർമാനും എല്ലാവരും ഉണ്ട് ഇവിടെ. മുനിസിപ്പാലിറ്റി കൊടുത്ത എന്താ പറയുക, ചില ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്റ്റാഫിനെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ താൽക്കാലിക ജീവനക്കാർക്ക് മുഴുവൻ വലിയ സംഖ്യ കൊടുക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. സർക്കാരിൻ്റെ വകയായിട്ട് എന്തിവിടെ ചെയ്തു? ഒരു ഡെൻ്റൽ സംവിധാനമുണ്ട്. ആരാ പ്രവർത്തിക്കുന്നത്? വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ OPയിൽ ഒരു ഡോക്ടറാണ് ഉണ്ടാകുന്നത് പറഞ്ഞു. ഒരു താലൂക്ക് ആശുപത്രിയാണ്. ഒരു ചികിത്സയും കിട്ടുന്ന ആളുകളുടെ പരാതിയാണ്. വികസനം നടത്തിയ മന്ത്രി ഇത് പരിഹരിക്കപ്പെടണ്ടേ? ഒന്നും വേണ്ട, ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു ആംബുലൻസ്
രാഘവൻ MP-യുടെ ഫണ്ടിൽ നിന്ന് നൽകിയ ഒരു ആംബുലൻസ് 10-25 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത ആംബുലൻസ് 2 വർഷം മുമ്പ് ഒരു ചെറിയ ആക്സിഡൻറ്റിൽപ്പെട്ട് വർക്ക്ഷോപ്പ് കിടക്കുക. എന്താ ഈ മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? എന്താണ് ഇതിൽ ഇടപെടാത്തത്? എന്താണിത് പരിഹരിക്കാത്തത്?